അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞ ഗെയിംസും അങ്ങനെ അനദർ ഡയലോഗും അങ്ങനത്തെ വീഡിയോ കോമഡിയൊക്കെയാണ് ഇടാറുള്ളത്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ പത്തനാപുരത്ത് ഫ്ലവർ ഷോ ഇല്ലേ, ഫ്ലവർ ഷോ എം എൽ എ ഓഫീസിൻ്റെ അടുത്തുള്ള ആ ഓഫീസിൻ്റെ അടുത്തുള്ള ഒരു ഫ്ലവർ ഷോ ആയിരുന്നു. അത് കുറച്ച് പേർക്കൊക്കെ അറിയാം. പക്ഷേ അവിടെ ആയിട്ടാണ് നമ്മളിവിടെ ചുമ്മാ വന്നതാണ്, ഒരു ജസ്റ്റ് നോക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ലൈക്ക് ചെയ്യുക, പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, അകത്തോട്ട് കയറാൻ പോവാണ് ഗൈസ്. എന്ത് ഫ്ലവർ ഷോ, വെൽക്കം പത്തനാപുരം ഫ്ലവർ ഷോ. ഓ, ആവശ്യം കണ്ടോ ഗൈസ്, ഇവിടെ കണ്ട ഗൈസ്, എൻ്റെ ആളിയാ ഗൈസ്, ഇത് വേറെ ലെവലാണ്, വേറെ ലെവല് സാധനം. ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടും വിചാരിച്ചു. ഓ മൈ ഗാഡ്, സോ ഓ കണ്ട വട്ടത്തില് മച്ചി കണ്ടാ. എൻ്റെ അമ്മയുടെ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ, അതാണ് ഇന്ന് സ്പെഷ്യലാലിറ്റി. അമ്മച്ചി പേരെന്ന് പറഞ്ഞു കൊടുക്ക്. മോളിസാം. അപ്പം ഇവിടെ വേറെ പൂക്കളുണ്ട്. ഇതിൻ്റെ പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ, ആർക്കൊക്കെ അറിയാമെന്ന് നോക്കട്ടെ. റോസാപ്പൂ കണ്ടാ, റോസാപ്പൂ വെള്ള, ഇത് റോസാപ്പൂവിൻ്റെ കൂട്ടോ, റോസയുടെ അമ്മ റോസയുടെ കൂട്ടം, അമ്മ റോസയുടെ കൂട്ടെന്ന്. വള്ളമായിരുന്നോ? കപ്പൽ എന്ന് പറയുന്നത് ഒരു ബോട്ടാണ്. കുറേ പേരിന്ന് ഫോട്ടോ എടുക്കും. അതുണ്ടോ, എന്നാണ്ട് കപ്പ് പറഞ്ഞപ്പോൾ വെള്ളം വീഴും കേട്ടോ. കുറെ പൂക്കളുണ്ട് കേട്ടോ ഗൈസ്. കണ്ടാ, ഇത് കണ്ടാ, ഇവിടെ മനം ഇച്ചിരി കൂള് ഫീല് കിട്ടും ഗൈസ്. ഓ അവിടെ നോക്ക്. അപ്പ ഈ ഫെസ്റ്റിവൽ വന്നതിന് അപ്പയുടെ ഇപ്പോഴത്തെ ഒരു എന്താ ഇപ്പോൾ ഫെസ്റ്റിവലിനെ പറയാം. നല്ല അനുഭവം, നല്ല രസമുണ്ട്. നമ്മളൊരു കാശ്മീരിൽ പോയതുപോലെ ഫീലിംഗ് തോന്നുന്നു. കാശ്മീരിലോ? ഞാൻ പോയിട്ടില്ല കാശ്മീരിൽ. ആ വീഡിയോ ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുക. ജയന്റ് വീല് കണ്ട, അവിടെയൊക്കെ കേറുന്നതാണ്. വടി തെറ്റിപ്പോയി. ഊഞ്ഞാലൊക്കെ ഉണ്ട്, വെടിക്കെട്ട് സാധനം, നല്ല ഫീലുണ്ട് ഗൈസ്. ഓ നല്ല രസമുണ്ടല്ലേ. ഫോട്ടോ എടുത്തോളാം ഞാൻ. അമ്യൂസ്മെന്റ് പാർക്കൊക്കെ എടുക്കണം. ഇല്ല, അയ്യോ ഞാൻ ഫോട്ടോ എടുത്തോ. അപ്പോൾ ഇതുവഴി ഞാൻ എടുക്കാം. ഫോട്ടോ കുറേ എടുത്തിട്ടുണ്ടേ. പോവാം. അടുത്ത
സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ വിചാരിച്ചു സൂര്യാന്തി ആണെന്ന്. സൂര്യാന്തി ഇല്ല. ഇനി നമ്മൾ അമ്യൂസ്മെന്റ് പാർക്കിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ. ചെടികളൊക്കെ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നേ ഒരു ഫോട്ടോ എടുക്കട്ടെ. അപ്പൊ ഇരിക്കേ. ഞാൻ എൻ്റെ എടുത്തോളാം. സൂപ്പർ അല്ലേ? അപ്പൊ ഗൈസ് നമ്മള് വീണ്ടും അതൊക്കെ എടുത്തു പോവാ മച്ചി. ഓ അവിടെ സ്ഥലം ഇങ്ങനൊക്കെ മാറുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അമ്മച്ചിയുടെ ഒരു അനുഭവം പറ അമ്മച്ചി. ഈ സ്ഥലത്ത് വന്ന എൻ്റെ അമ്മച്ചിയുടെ ഒരു അനുഭവം. അമ്മച്ചിക്ക് ഇവിടെ വന്നതിന്റെ കൂർഗിലെ പോലെ അനുഭവപ്പെടുന്നു എനിക്ക് ഇവിടെ. ഓ അമ്മയ്ക്കോ? ഇതുപോലെ ഉള്ളത്. അമ്മയ്ക്കോ? ഗുഡ് ഫീൽ ആണ് അമ്മ. ഇതുവഴി ഒരു ഫോട്ടോ എടുത്താ അമ്മയ്ക്കും പപ്പയ്ക്കൊക്കെ വഴി തെറ്റി പോയതാ. നല്ല രസമുണ്ട് ഇവിടെ. ഓ അതുണ്ടോ ഗൈസ്, വളഞ്ഞു വരും വെള്ളം. സ്മോക്കൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇതേപോലെ അപ്പോൾ ഞാൻ വാങ്ങിക്കുമ്പോൾ നാർത്തിക്കാണ് സ്മോക്ക്. സ്മോക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ചീറ്റും. ഉണ്ടാ ഒരു പൂവുണ്ടോ? നിങ്ങൾക്ക് എൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഇതിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക. കുറേ ഇഷ്ടം പോലെ പൂക്കളുണ്ട്. നല്ല രസമുണ്ട്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും നല്ലതാണ്. ഈ അമ്മ അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തം ചെളിയാണ് ഗൈസ്. ഞാൻ പ്രതീക്ഷിച്ചില്ല ചെളിയാണെന്ന്. പിന്നെ നമ്മളിതല്ലേ ഇതിൻ്റെ അപ്പുറം ഇട്ടിട്ടുള്ളപ്പാ. അത് ഷോർട്ടാ. അപ്പോൾ 3 മിനിറ്റ് കൂടുതൽ ഇടാൻ പറ്റത്തില്ല ഷോർട്സ്. വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര മിനിറ്റോ എത്ര മണിക്കൂറോ ആണെങ്കിലും ഇടാം. ഇവിടെ മൊത്തം എന്ന് പറഞ്ഞാൽ മൊത്തം ചെളി കൊണ്ട് കുളിച്ചിരിക്കുകയാണ്. നമ്മൾ എങ്ങനെയോ നനഞ്ഞു ഒന്നുമാണ് ഗായ്സ്. പക്ഷെ ചെളി ഇച്ചിരി ഉണ്ടെന്നേ ഉള്ളൂ. സൈഡിൽ കൂടെ നടന്നോ വഴിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അടിപൊളിയാണ്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും സൂപ്പറാണ് ഗായ്സ്. ഞാൻ ഇതേപോലെ ഒരു അനുഭവം എനിക്ക് രണ്ടാമത്തെ ഓട്ടോ ഈ സ്ഥലത്ത് തന്നെ പോയിട്ടുള്ള സംഭവം എന്തോ എനിക്ക് മനസ്സിലാവും. അതോടെ അപ്പുറത്ത് പോസ്റ്റ് ആരാണ് പാരറ്റ്സ്. അപ്പൊ ഒരു മിനിറ്റ് നിൽക്കപ്പോ ഞാൻ ഒന്ന് തൊട്ടോട്ടെ. അപ്പൊ പാരറ്റിനെ ഇങ്ങോട്ട് വന്നേ. ഇല്ല പാരറ്റ് കൊത്തത്തില്ല. പൂച്ച കമ്മ്യൂണിക്കേഷൻ ആണ്. വാവ്
സത്തമ്മ അല്ലായിരുന്നു, പ്രാവാണ്. അപ്പൊ ഗോസ്റ്റ് ഹൗസ് നടക്കുന്നയാ. അവിടെ പാമ്പ് ഉണ്ട്. പെരുമാമ്പ് കുഞ്ഞു കളാന്നുണ്ട്. അപ്പൊ പാമ്പിനെ തൊട്ടി. ഞാനും തൊട്ട് നോക്കട്ടെ, ഞാനും തൊടാൻ പോണത്. ഓന്ത് കണ്ട ഗൈസ്, കളറ് മാറുന്ന ഓന്താണ്. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് പോവാണ്. ഇത് കിട്ടിച്ചോ ഗൈസ്, ഇതോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റേജ് ഗൈസ്. കൂൾ സാധനം. അമ്മ എന്ത് അടുത്ത സെക്ഷൻ ഏതാണ് എന്തോ കേട്ടെ. അത് അപ്പുറത്ത് ഗോസ്റ്റ് ഹൗസ് നടക്കുന്നയാ. എന്തോ അറിയോ, അപ്പുറത്ത് ഗോസ്റ്റ് ഹൗസ് നടക്കുന്നയാ. ആ സൗണ്ട് എവിടുന്നാ കേൾക്കുന്നത്? അപ്പൊ ആ സൗണ്ട് എവിടുന്ന് കേൾക്കുന്ന അറിയോ? അത് എവിടുന്ന് കേൾക്കുന്ന അറിയോ? ആ പാർക്കിലെ ഗോസ്റ്റ്, ഞാൻ പറഞ്ഞില്ലേ ഗോസ്റ്റ് ഹൗസ് അവസാനത്തിൽ അപ്പുറത്ത് ഗോസ്റ്റ് ഹൗസ് നടക്കും, അതിന്റെ സൗണ്ടാ അപ്പൊ കേൾക്കുന്നത്. ഓ അമ്മ, ഐറ്റംസ് വാങ്ങാനൊക്കെ പറ്റും. ഞാൻ വിചാരിച്ചേക്കാട്ടിൽ അടിപൊളിയാട്ടോ ഈ സ്ഥലം. സ്പൂണൊക്കെ കണ്ട അടിപൊളി സ്പൂണിൽ കുറച്ച് കൽപ്പാട്ട് അങ്ങനത്തെ സംഭവങ്ങൾ വാങ്ങാൻ പറ്റും. അത് വേറെ കാര്യം, അത് ഇവിടെയാണെന്ന് തോന്നുന്നു. കുട്ടികൾക്കുള്ളത് സംഭവങ്ങൾ അവിടെയാണ് ഗൈസ്. വിചാരിച്ചേക്കാട്ടി അടിപൊളിയാട്ടോ ഈ സ്ഥലം. ഇതെന്ത് സാധനം? ഇതിൻ്റെയും പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. പഴയ സാധനങ്ങളാണ്. ഗ്ലാസ്, കുറേ ഗ്ലാസ്, പിന്നെ ചായ ഗ്ലാസ് 100 രൂപ. ആ 6 എണ്ണത്തിന് 100 രൂപ. ബാപ്പാ അടുത്ത സ്റ്റേജിലെത്തുമ്പോൾ കാണാം. അത് കണ്ടപ്പോഴുണ്ട് ഒരു സ്ലൈസറുണ്ട്. സ്ലൈസർ ഇവിടെ നല്ല ലാഭമാണ്. ഈ ഫെസ്റ്റിവലിൻ്റെ പ്രത്യേകത ഇങ്ങനത്തെ ഓണച്ചന്തകൾ, ഇല്ല അല്ലാത്ത ചന്തകൾ, അല്ലെങ്കിൽ കടകൾ. ഇവിടെ കോഴിക്കാടൻ ഹൽവ ഉണ്ട്. കോഴിക്കോടൻ ഹൽവ, സ്ട്രോബെറി ഹൽവ വരെ ഉണ്ട്. സ്ട്രോബെറി ഹൽവയോ? വാശി നോക്കി എന്താ അറിയത്തില്ല. അതിൻ്റെയൊക്കെ തൈയാണ്, കുറെ സാധനങ്ങളുടെ തൈയാണ്. അവിടെ കാറ് നോക്കിയിട്ടേക്കുന്നുണ്ട് ഗൈസ്. ഓ കൽപ്പടക്കട ഉണ്ട്. ജയ്മാൻ ഇളകാൻ സാധ്യതയുണ്ട്. കൽപ്പടം നോക്കിയിട്ടേക്ക് നോക്കി ഗൈസ്. സൂപ്പർ അല്ലേ? ഇത് കണ്ടോ പഴയ നാളെ മറ്റേ കോഴിമുട്ടായി ഇതുണ്ടോ?
അപ്പൊ ഇതുണ്ടോ പൻസ പൈസ പൈസ ഗായ്സ്. അപ്പൊ അപ്പുറത്ത് കടയാണ്. എടാ ഞാൻ ഇത് കണ്ടിട്ട് എനിക്ക് ഞെട്ടി. ഈ സാധനം പൊളിയാണ്. അപ്പൊ ഇതൊരെണ്ണം വാങ്ങപ്പാ. അപ്പൊ ഇതൊരെണ്ണം വാങ്ങപ്പാ. അത് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി കണ്ടോ കറുത്ത് കോട്ടിട്ടേ അത് പേടയാണ്. ജീരക മുട്ടായി, പണ്ടത്തെ കുടിമുട്ടായി താണ്ടേ. എന്നാ മറ്റേ മുട്ടായി അപ്പാണ് മറ്റേ പഴയ മുട്ടായി. പേട വേണ്ടപ്പാ. വേണ്ട വേണ്ട വന്നോ നമ്മൾ ഒരു പേട മറ്റേ ഇത് ഒരു ഫാൻ ഉണ്ടോ ഗൈസ്? ടച്ച് ചെയ്യുന്നില്ല. വീഡിയോ എടുക്കുക. 200 രൂപയുള്ളൂ. ബൾബ് ഒരെണ്ണത്തിന് 550 വരും. കറണ്ട് റീചാർജ്. പക്ഷേ ഇന്നെടുക്കുകയാണെങ്കിൽ 2 ബൾബ് 550. ചൂട് പിടിക്കുന്ന വേദനയ്ക്ക് ഇവിടെ ഇത് നമുക്ക് 2 വർഷം മിനിമം ഉപയോഗിക്കാം. ജയ്മോൻ ഭയങ്കര വേണ്ടപ്പാ. ജയ്മോ ഒടുക്കത്തെ കരച്ചിലാണ് കൽപ്പാട്ടത്തിന് വേണ്ടി. അപ്പൊ കൽപ്പാട്ടം ഒരെണ്ണം വാങ്ങിച്ചു. അപ്പൊ എനിക്കിന്ന് മാല വാങ്ങിക്കാവോ? ചെറുതല്ല പറ്റുമോ? പൈസ ഉണ്ടോ? അപ്പൊ നെല്ലിക്കൊക്കെ എങ്ങനെ നിങ്ങൾ തന്നെ ഇടുന്നതല്ലേ? നെല്ലിക്കാണോ? കാക്കിലോ 120. കാക്കിലോ 120. കാക്കിലോ 120 നെല്ലിക്ക. എൻ്റെ അമ്മയുടെ എന്തോ ഭർത്താവാണ് കേട്ടോ. എന്നുവെച്ചാൽ എൻ്റെ അമ്മയുടെ അപ്പ. പൈസ ആരുടെ ഇത്? എന്റെ ജയ്മോൻ ഒട്ടുക്കത്തെ കരച്ചിലായിരുന്നു. അങ്ങനെ നമ്മൾ അതിനാണ് ഒന്നും കൂടെ പാസ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമ്മൾ കൽപ്പാട്ടം വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അമ്മച്ചി ഹാപ്പി ആയോ? ഹാപ്പി ആയോ? അമ്മച്ചി ചിരിക്കുക. ഇതുകൊണ്ടാ നല്ല സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്ക് വരണമെങ്കിൽ നമ്മുടെ പത്തനാപുരത്തെ MLA ഓഫീസിനടുത്ത് എന്താ പറയുക ഹൈവേയുടെ അടുത്തായിട്ട് ഒരു ചിത്രശലഭത്തിൻ്റെ കൂട്ട് ഒരു സംഭവം കൊടുത്തേക്കും. അവിടെയായിട്ടാണ്. അടിപൊളി മാലകൾ. കീച്ചേനാണ് തോന്നുന്നു, മാലല്ല. എനിക്ക് ഈ മാല ഭയങ്കര ഇഷ്ടമാണ്. മാല നല്ല അത് ഗേൾസിൻ്റെ ആണ്. ഇവിടെ എൻ്റെ സബ്സ്ക്രൈബർ ആര് വന്നിട്ടുണ്ടോ വന്നിട്ടില്ലയോ ഒന്നും എനിക്കറിയത്തില്ല. ഏതേലും ഒരു സബ്സ്ക്രൈബർ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ഹാപ്പിനെസ് ആയിരിക്കും. അപ്പോൾ ബൈസ് വാ, നമുക്ക് ജയ്മോന് ടോയ് വാങ്ങാനായിട്ട് പോവുകയാണ്. ജയ്മോൻ ടോയ് വാങ്ങാനായിട്ട്
വന്നപ്പോൾ എനിക്കൊരു കിടുക്കാച്ചി മാല വന്നിട്ടുണ്ട്. ഒരു മാല ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചതാട്ടോ. ഇവിടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന റോ എത്തിയിരിക്കുകയാണ് ഗൈസ്. ജയ്മോൻ ഈ റോയ്ക്ക് വേണ്ടിയാണ് കരഞ്ഞ് പിടിച്ച് വഴക്കുണ്ടാക്കി ഗൈസ്. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ ഇതൊക്കെയാണ് കുറേ പാവകൾ. ഞങ്ങളുടെ പേരെന്തോക്കളെ ഞങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഹേയ് ബ്രോ ജോർജിയോ ചെയ്യണേ. അപ്പോൾ ഗൈസ് നമ്മൾ ഒരാളുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അമ്മ അമ്മ ഇങ്ങോട്ടൊക്കെ അമ്മ ഇങ്ങോട്ടൊക്കെ. മൈലാഞ്ചി മൈലാഞ്ചി പോ. തോരം വാളയാന്ന് കണ്ട കഴിച്ചു. കുപ്പിയോളയാണ് കുപ്പിയോള. ഇതേ തോക്കേണ്ടതിലുണ്ടല്ലോ കഴിച്ചു. ഇവിടെ കാൽപ്പാട്ടൊക്കെ കാണിച്ചല്ലേ ഇറക്കാം. നീ എവിടെ പോവാ? മറ്റേ സാധനം ഇങ്ങനെ വിടുന്നതാണ്. ബബിൾ ബ്ലാസ്റ്റർ ആണ്. പിന്നെ കുറെ വീഡിയോസ് ഉണ്ട്. ജീപ്പുകളുണ്ട്. ചെറിയ വണ്ടി ഇവിടെ ചെറുതിവിടാ. മണ്ണി കൊണ്ടിട്ടുണ്ട്. 10-20 രൂപ അല്ലെ 50 രൂപ വാങ്ങിക്കണം. ഇതാകുമ്പോൾ കേടില്ല. ചെറിയ വണ്ടി ഇത് വാങ്ങിക്കേ. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം വാങ്ങി. അടിപൊളി. അപ്പൊ ഹോട്ട് വീൽസിൽ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങി. ഇത് മെറ്റലല്ലേ? എന്റെ അമ്മച്ചി ഇതാണമ്മ മറ്റേ സ്മോക്കർ. ഓൺലൈനിൽ തന്നെ വാങ്ങിക്കാം. അതാ നല്ലത്. അതാ പറഞ്ഞ ചെറിയ വണ്ടിയെല്ലാം വാങ്ങി. ഇവിടെ അത് നമുക്ക് വേണ്ട. രണ്ടെണ്ണം എടുക്കുക. ഏത് കളർ വേണം? എനിക്ക് വേറെ വണ്ടി മതി. ആവശ്യമില്ലാത്തൊന്നും എടുക്കാതെ. വണ്ടിയെല്ലാം വേണമെങ്കിൽ എടുക്കുക. ഈ മോനെ നമ്മുടെ വീട്ടിൽ അതേ വണ്ടി. ഇല്ലാത്ത വണ്ടി എടുക്ക്. ഇല്ലാത്ത വണ്ടി നോക്കി എടുക്കടാ. ഇറേസറാണ്. ജൈവൻ ആദ്യം വിചാരിച്ചാണ് മുട്ടായി ആയിരിക്കും. ഒന്നും വാങ്ങിക്കത്തില്ലേ? നമുക്കിനി അടുത്ത റൈഡിലേക്കാണ്. അപ്പോൾ റൈഡിൽ ചെന്നിട്ട് കാണാം.